ഹലോ നമസ്കാരം, വെൽക്കം ടു അനദർ ബ്ലോഗ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്കോട്ട്ലൻഡിൽ കിട്ടുന്ന ഒരു ഫിഷിനെ ഡീപ്പ് ഫ്രൈ ചെയ്യാൻ പോവാണ്. ഈ ഫിഷിൻ്റെ പേര് സീ ബീൻ എന്നാണ്. അപ്പോൾ അതിന് വേണ്ടത് മുളക് പൊടി, ഉപ്പ്, കുരുമുളക്, ജിഞ്ചറും ഗാർലിക്കിൻ്റെയും പൊടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഉലുവാപ്പൊടിയും കൂടാണ് വേണ്ടത്. അതിൻ്റെ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതായിട്ട് ഇളക്കിയെടുക്കുക. നല്ലൊരു ഓയിലി പരുവത്തിൽ ഈ മിക്സ്ചർ വരണം. അതുകൊണ്ട് നല്ലതായിട്ട് ഓയിലൊഴിക്കണം. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ശേഷം നമ്മൾ ഫിഷിലൊക്കെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഈ ഫിഷിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ടില്ല, അത് ജസ്റ്റ് ക്ലീൻ ആക്കിയിട്ടേ ഉള്ളൂ. സ്കിന്ന് റിമൂവ് ചെയ്താൽ ഈ ഫിഷ് വേഗം ഓയിൽ ഫ്രൈ ചെയ്യുമ്പോൾ അത് പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യാൻ. നമ്മൾ ഈ ഫിഷിനെ നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം എല്ലായിടത്തും ഈ മസാല നല്ലതായിട്ട് പുരട്ടി വെക്കാം. അതിൻ്റെ ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പാനിലോട്ട് നല്ലതായിട്ട് സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് അത് ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് ഫിഷ് ആഡ് ചെയ്ത് നമുക്ക് നല്ലതായിട്ട് കുക്ക് ചെയ്യാം. ഒരു സൈഡ് കുക്ക് ചെയ്യാൻ ഏകദേശം 5 മിനിറ്റ്സോളം എടുക്കും, മറ്റേ സൈഡും 5 മിനിറ്റ്സ്. ബേൺ ചെയ്യാതെ നോക്കണം. ഇടയ്ക്ക് അഥവാ ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ ആഡും ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഓയിലൊക്കെ ചൂടായിട്ടുണ്ട്, നമുക്ക് ഫിഷിനെ ആഡ് ചെയ്യാം. അപ്പം ഈ പാൻ്റെ അകത്ത് ഫിഷ് ഫുള്ളായിട്ട് കൊള്ളുന്നുണ്ട്, എന്നാലും ഇടയ്ക്ക് ഇച്ചിരി പൊങ്ങി നിൽപ്പുണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് ടേൺ ചെയ്ത് ഇങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. അപ്പം ഈ സൈഡ് 5 മിനിറ്റ്സ്, അത് കഴിഞ്ഞ് നമുക്ക് ടേൺ ഓവർ ചെയ്യാം. ടേൺ ഓവർ ചെയ്തിട്ടുണ്ട്. മറ്റേ സൈഡിലോട്ട് 5 മിനിറ്റ്സ്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞിട്ട് കണ്ടോ, ആ സ്കിൻ ഓൾറെഡി ഇളകി തുടങ്ങി കഴിഞ്ഞു. നന്നായിട്ട് കുക്ക് ചെയ്തെന്ന് മനസ്സിലാവുമ്പോൾ നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇപ്പം ഇത് കുക്ക് ചെയ്ത ഫിഷാണ്. അപ്പോൾ ഈ വീഡിയോ എൻജോയ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. സ്കോട്ട്ലൻഡിൽ നിന്നുള്ള മറ്റ് നല്ല വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ കാണുന്നത് വരെ ഗുഡ് ബൈ.